Hello students, welcome to Sonu's Learning World. ഇന്ന് നമ്മൾ ക്ലാസ് 12 integrals exercise 7.5 question number 3 മുതലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് question number 3 നോക്കാം. Integral of 3x minus 1 divided by x minus 1 into x minus 2 into x minus 3. ഓക്കെ, ഇതാണ് നമ്മുടെ question. ഓക്കെ, ഇത് എന്ത് ഫോം ആണ്? നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. സോ ഇത് px plus q divided by x minus a into x minus b ഫോം ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? This can be written as a divided by x minus 1, okay, plus b divided by x minus 2 plus c divided by x minus 3. Okay, അതായത് ഇന്റഗ്രൽ അല്ലാതെ നമ്മൾ എന്താണ് 3x minus 1, okay, ഞാൻ ഒന്നുകൂടെ സ്റ്റെപ്പിൽ എഴുതാം. 3x minus 1 divided by x minus 1 into x minus 2 into x minus 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ a by x minus 1 plus b by x minus 2 plus c by x minus 3 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കും അല്ലേ? സോ എന്താണ് 3x minus 1 by x minus 1 into x minus 2 into x minus 3, that is equal to, ഇവിടെ നമ്മൾ LC എടുക്കും. So x minus 1 into x minus 2 into x minus 3 നമ്മുടെ ഡിനോമിനേറ്ററിൽ വരും അല്ലേ? സോ a into, ഇവിടെ ഓൾറെഡി x minus 1 ഉണ്ട്. സോ x minus 2 x minus 3 ആണ് ഇല്ലാത്തത്. ഓക്കെ, സോ x minus 2 into x minus 3, okay, plus b into x minus 1 ഉം x minus 3 ഉം ആണ് ഇല്ലാത്തത്. ഓക്കെ, സോ x minus 1 into x minus 3, okay, plus c into എന്തൊക്കെയാണ് x minus 1 ഉം x minus 2 ഉം, x minus 1 into x minus 2. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതും ക്യാൻസൽ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് 3x minus 1 is equal to a into x minus 2 into x minus 3 plus b into x minus 1 into x minus 3 plus c into x minus 1 into x minus 2. ഓക്കെ, ഇനി നമുക്ക് എന്താ എൻ്റെയും ബിൻ്റെയും സിൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് നമുക്ക് ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് എന്താണ്? അപ്പൊ നമുക്ക് ഇവിടെ 2 വന്നു കഴിഞ്ഞാൽ a അങ്ങ് 0 ആയി പോയിക്കോളും. ഓക്കെ, സോ സിയും അങ്ങ് 0 ആയി പോയിക്കോളും. എക്സിന് 2 ഇട്ട് കൊടുത്താ. ഓക്കെ, സോ എന്താണ്? പുട്ട് x is equal to 2 in equation 1. Okay, so 3 into 2 left hand side x in terms ഇല്ലേ? So 3 into 2 minus 1 is equal to a into 2 minus 2 അതങ്ങ് 0 ആയിപ്പോയി, ഫുൾ ടേംസ് അല്ലേ? സോ പ്ലസ് b into x minus 1 means 2 minus 1 into 2 minus 3 plus c into 0 എന്ന് വന്നു. Okay, so 3 2s are 6 minus 1 is 5. Okay, so 5 is equal to b into 2 minus 1 is 1 minus 1, 2 minus 3 is minus 1. Okay, so minus b is equal to 5, that is b is equal to minus 5. Okay, so നമുക്ക് b ന്റെ വാല്യൂ എന്താണ്? minus 5 എന്ന് കിട്ടി. So b is equal to minus 5. Okay, so ഇനി നെക്സ്റ്റ് എന്താണ്? നമ്മൾക്ക് x is equal to 1 ഇട്ട് കഴിഞ്ഞാൽ, ഓക്കെ, x is equal to 1 ഇട്ട് കഴിഞ്ഞാൽ ഇത് പോകും, ഇതും പോകും. സോ നമുക്ക് a ന്റെ വാല്യൂസ് കിട്ടും. ഓക്കെ, സോ നമുക്ക് ഇനി എന്താണ്? x is equal to 1 ഇടാം. ഓക്കെ, അതായത് ഫസ്റ്റ് നമുക്ക് b കിട്ടി, അതായത് നമ്മൾ ഇതും കളഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ a കണ്ടുപിടിക്കാൻ പോവാണ്. സോ നമുക്ക് ഇതും പോണം. ഓക്കെ അല്ലേ? സോ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? പുട്ട് x is equal to 1 in equation 1. ഓക്കെ, എക്സിന് ഞാൻ 1 കൊടുക്കാൻ പോവാണ്. ഓക്കെ, സോ ബിയും പോവും സിയും പോവും. ഓക്കെ, സോ
3 into 1, 3 minus 1. Okay, ഞാൻ എഴുതിയേക്കാം 3 into 1 minus 1. So that is equal to a into 1 minus 2 into 1 minus 3. Okay, so plus b into 0 plus c into 0. Okay, so 3 minus 1 is 2. So 2 is equal to minus a, sorry, minus a alla, a into minus 1 ഉണ്ട് minus 2 ഉണ്ട്. 1 minus 3 എന്ന് വെച്ചാൽ minus 2 ഉണ്ട്. Okay, so that is എന്താ 2a. 2a is equal to 2, therefore a is equal to 1. Okay, so a ന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. So therefore a is equal to 1. a is equal to 1 എന്ന് കിട്ടി. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് എന്താണ്? നമുക്ക് എയും കിട്ടി ബിയും കിട്ടി. ഇനി നമുക്ക് സി വേണം. അതായത് ഇത് രണ്ടും 0 ആയി പോകണം. ഓക്കെ, സോ നമ്മൾ എക്സിന് എന്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും 0 ആയി പോകും. എക്സ് ഇസ് ഈക്വൽ ടു 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെ, ഇത് 3 minus 3 ഇതും 0 ആയി പോകും. സോ നമുക്ക് സിന്റെ വാല്യൂ കിട്ടും അല്ലെ. സോ എന്താ, പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 3. Put x is equal to 3 in equation number 1. Okay, so 3 into 3 minus 1 is equal to a into the 0 ആയി പോവും 3 minus 3 അല്ലേ, plus b into 0 ആയി പോവും plus c into, okay, so 3 അല്ലേ, 3 minus 1 into 3 minus 2. Okay, so 3 3s are 9 minus 1 is 8. 8 is equal to c into 2 into 3 minus 2 is 1. So 2c is equal to 8. c is equal to 4. Okay, so c ന്റെ വാല്യൂ നമുക്ക് 4 എന്ന് കിട്ടി. സോ നമുക്ക് എന്റെയും ബിന്റെയും സിന്റെയും വാല്യൂസ് നമുക്ക് എന്താണ് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം അല്ലെ. സോ നമ്മളിപ്പം ഫസ്റ്റ് ഇക്വേഷൻ ഇതായിട്ട് എടുത്തുവല്ലോ. അപ്പൊ സോ ദിസ് ലെറ്റ് ദിസ് ബി സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, സോ ഫസ്റ്റ് ഇതും സെക്കൻഡ് ഇതുമായിട്ട് എടുക്കുക. ഓക്കെ, സോ നമ്മൾ എന്താണ് എന്റെയും ബിന്റെയും സിന്റെയും വാല്യൂസ് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 ഇട്ട് കൊടുക്കാൻ പോവാണ്. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യം ഇല്ല. ഓക്കെ, സോ നമുക്ക് എന്താ വരിക? സോ 3x minus 1 divided by x minus 1 into x minus 2 into x minus 3 is equal to a by x minus 1. a എന്ന് വെച്ചാൽ എന്താ 1. 1 by x minus 1 plus b means minus 5. So ഇവിടെ മൈനസ് മതി. minus 5 by x minus 2. Okay, plus c is 4. 4 by x minus 3. സോ നമുക്ക് കാണേണ്ട എന്താണ്? ഇന്റഗ്രൽ ഓഫ് ദിസ് തിങ് ആണ്. ഓക്കെ, സോ നമ്മൾ ഇന്റഗ്രൽ സൈൻ ഇട്ടു. സോ ഇന്റഗ്രൽ ഓഫ് 3x minus 1 ഡിവൈഡ് ബൈ x minus 1 into x minus 2 into x minus 3 dx എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റഗ്രൽ ഓഫ് ദിസ് അല്ലേ. അപ്പം ഇന്റഗ്രൽ ഓഫ് റൈറ്റ് ഹാൻഡ് സൈഡ് 1 by x minus 1 ഞാൻ ഇതിനെ അങ്ങ് സെപ്പറേറ്റ് ചെയ്ത് എഴുതുകയാണ്. ഓക്കെ, 1 by x minus 1 dx minus 5 into integral of 1 by x minus 2 dx, okay, plus 4 into integral of 1 by x minus 3 dx. Okay, so ഇനി നമുക്ക് ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാലോ. log mod 1 by x നെ log mod x എന്ന് എടുക്കാം അല്ലേ. സോ ഇവിടെ log mod x ന്റെ പ്ലേസിൽ x minus 1 ആണ്. ഓക്കെ, സോ x minus 1 minus 5 log mod x minus 2 plus 4 log mod x minus 3 plus c. Okay, so ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഈസി ആണ് നമുക്ക് ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. Integral of x divided by x minus 1 into x minus 2 into x minus 3. സെയിം ടൈപ്പ് ആണ് അല്ലെ. സോ അതായത് എന്താണ്? താഴെ x minus 1 into x minus 2 into x minus 3 എന്ന് പറഞ്ഞാൽ a divided by
പി എക്സ് പ്ലസ് ക്യൂ മുകളിൽ അല്ലെ, പി എക്സ് പ്ലസ് ക്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ ക്യൂ എന്താണ് 0 ആണ്, അതായത് പി എക്സ് പ്ലസ് 0 ആ ഫോം ആണ്. ഓക്കെ, സോ നമുക്ക് എന്താണ് ചെയ്യാം. ഓക്കെ, അപ്പം ഫസ്റ്റ് നമുക്ക് a ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 പ്ലസ് b ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 പ്ലസ് c ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 എന്ന് എഴുതാം. എന്തിനെ? ഇതിനെ ഇന്റഗ്രേഷൻ സൈൻ ഇല്ലാതെ. ഓക്കെ, സോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഡി എക്സും പോവല്ലോ. ഓക്കെ, സോ എന്താണ് നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത്? ഡിനോമിനേറ്ററിനെ സെയിം ആക്കണം. സോ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 അല്ലെ. അതായത് താഴെ എന്താണ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 അല്ലേ. സോ ബാക്കി വേണ്ടത് എക്സ് മൈനസ് 2, അതായത് മുകളിൽ എക്സ് മൈനസ് 2 വേണം, എക്സ് മൈനസ് 3 വേണം അല്ലെ. സോ പ്ലസ് ബി ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 3 പ്ലസ് സി ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ഇതിനെയും കൂടെ ക്യാൻസൽ ചെയ്യാം അല്ലെ. സോ ദാറ്റ് ഇസ് എക്സ് ഇസ് ഈക്വൽ ടു, എന്നിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാം, ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് ആദ്യമേ കൊടുത്തേക്കാം. ഓക്കെ, സോ എക്സ് ഇസ് ഈക്വൽ ടു മാറ്റി എഴുതാം. എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 പ്ലസ് ബി ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 3 പ്ലസ് സി ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 അല്ലേ. സോ നമ്മുടെ ഇക്വേഷൻ നമ്പർ 2 എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഇത് രണ്ടും പോണം അല്ലെ. സോ ഇത് രണ്ടും പോണമെങ്കിൽ ഇതിൽ കോമൺ ആയിട്ട് എക്സ് മൈനസ് 1 ആണ് ഉള്ളത്. സോ എക്സ് ഇസ് ഈക്വൽ ടു 1 ഇട്ട് കഴിഞ്ഞാൽ, ഓക്കെ, നിങ്ങൾ അങ്ങനെ വേണം ചിന്തിക്കാൻ. എക്സിന്റെ വാല്യൂ 1 ഇട്ട് കഴിഞ്ഞാൽ, ഓക്കെ, ഇതിൽ കോമൺ ആയിട്ട് എക്സ് മൈനസ് 1 ആണല്ലോ രണ്ടിലും ഉള്ളത്. സോ എക്സിന്റെ വാല്യൂ 1 ഇട്ട് കഴിഞ്ഞാൽ ഇത് രണ്ടും അങ്ങ് പോവല്ലോ. സോ ഓക്കെ, സോ എന്റെ വാല്യൂ കണ്ടുപിടിക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യണം? Put x is equal to 1 in equation 2. Okay, so x ൽ 1 ഇടുമ്പോൾ left hand side 1 is equal to a into 1 minus 2 into 1 minus 3 plus b into 0, that is 1 minus 1 plus c into 0. Okay, so 1 is equal to എന്താ 1 minus 2 എന്ന് പറഞ്ഞാൽ minus 1 into minus 2. So എന്താ നമുക്ക് വരിക? 2a is equal to 1 അല്ലേ. 2a is equal to 1. So a is equal to 1 by 2. Okay, so നമുക്ക് a ന്റെ വാല്യൂ എന്ത് കിട്ടി? 1 by 2 എന്ന് കിട്ടി. So a is equal to 1 by 2. Okay, so next നമുക്ക് എന്താണ്? b ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. Okay, so b ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? എക്സിന്റെ വാല്യൂ എന്തിട്ട് കൊടുക്കണം? ഓക്കെ, സോ നമുക്ക് വേണ്ടത് b ന്റെ വാല്യൂ ആണ്. സോ എയിലും, അതായത് ഈ ടേം ഫസ്റ്റ് ടേമിലും സെക്കൻഡ് ടേമിലും എന്താണ് കോമൺ ആയിട്ട് വന്നിരിക്കുന്നത് നോക്കണം. സോ എന്താണ് കോമൺ ആയിട്ട് വന്നിരിക്കുന്നത്? എക്സ് മൈനസ് 2 ആണ്. എയിലും എക്സ് മൈനസ് 2 ഉണ്ട്, സിയിലും എക്സ് മൈനസ് 2 ഉണ്ട്. സോ എന്തായിരിക്കും നമ്മൾ എക്സിന്റെ വാല്യൂ കൊടുക്കേണ്ടത്? എക്സ് ഇസ് ഈക്വൽ ടു 2 ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റും സെക്കൻഡും അങ്ങ് പൊക്കോളും. ഓക്കെ, സോ നമുക്ക് എന്താണ്? പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 2 in equation number 2. So 2 is equal to a into 0, that is 2 minus 2, plus b into 2 minus 1 into 2 minus 3 plus c into 0, again 0, c into 0. Okay, so that is 2 is equal to b into 1, 2 minus 3 എന്ന് പറയുമ്പോൾ minus 1. Okay, so minus b is equal to 2, so b is equal to minus 2. Okay, so നമുക്ക് b ന്റെ വാല്യൂ എന്ത് കിട്ടി? minus 2 എന്ന് കിട്ടി. So നമുക്ക് b is equal to minus 2 എന്നും കിട്ടി. ഇനി നമുക്ക് c ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. Okay,
സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്താണ് ഇതിൽ ഈ രണ്ട് ടേംസ് നമുക്ക് കോമൺ ആയിട്ട് വന്നിരിക്കുന്നത് എക്സ് മൈനസ് 3 ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു 3 എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 3 ഇൻ ഇക്വേഷൻ 2. So 3 is equal to a into 0 plus b into 0 plus c into 3 minus 1 is 2 and 3 minus 2 is 1. Okay, so നമുക്ക് 2c is equal to 3 എന്ന് വരും, c is equal to 3 by 2. Okay, so നമുക്ക് a ന്റെയും b ന്റെയും c ന്റെയും വാല്യൂസ് കിട്ടി. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? എന്റെയും ബിന്റെയും സിന്റെയും വാല്യൂസ് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ഇട്ട് കൊടുക്കണം. ഓക്കെ, സോ നമുക്ക് ഇട്ട് കൊടുക്കാം. സി 3/2 ആണ്. സി ഇസ് ഈക്വൽ ടു 3/2. സി ഇസ് ഈക്വൽ ടു 3/2 ആണ്. ഓക്കെ, നമുക്ക് ഇട്ട് കൊടുക്കാം ഇക്വേഷൻ നമ്പർ 1 ഇതാണ്. സോ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 എന്ന് പറഞ്ഞാൽ എ ഡിവൈഡ് ബൈ ഇസ് 1/2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 പ്ലസ് ബി ഇൻറ്റു ബി ഇസ് മൈനസ് 2 ബൈ എക്സ് മൈനസ് 2 പ്ലസ് സി ഇസ് 3/2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലേ? സോ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 എക്സ് മൈനസ് 2 എക്സ് മൈനസ് 3 dx is equal to integral of ഹാഫ് നമുക്ക് ഇങ്ങ് കോമൺ എടുക്കാം അല്ലെ? ഞാൻ സെപ്പറേറ്റ് ഇന്റഗ്രേറ്റ് സെപ്പറേറ്റ് ഇന്റഗ്രൽ സെപ്പറേറ്റ് കൊടുക്കാൻ പോകണം. ഓക്കെ, സോ ഹാഫ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് 1 ബൈ എക്സ് മൈനസ് 1 dx പ്ലസ് അല്ല മൈനസ് ആണ്. Okay, minus 2 into integral of 1 by x minus 2 dx. Okay, plus 3/2 integral of x minus 3. Sorry, 1 by x minus 3. 1 by x minus 3 dx. Okay, അപ്പോൾ നമ്മൾ വാല്യൂസ് ഒക്കെ കൊടുത്തു നമുക്ക് ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാലോ. സോ ദിസ് ഇസ് ഈക്വൽ ടു ഹാഫ് ലോഗ് മോഡ് x minus 1 minus 2 log mod x minus 2, okay, plus 3/2 log mod x minus 3 plus c. Okay, ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. എളുപ്പമാണ് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാൻ. നിങ്ങൾ എന്താണ് ഫോം മനസ്സിലാക്കുക, ഫോമിലേക്ക് ആക്കുക, എൻ്റെയും ബിൻ്റെയും സിൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കുക, എന്താണ് ഇന്റഗ്രേറ്റ് ചെയ്യുക. Okay, so students, if you like my videos, please like, share and subscribe my channel. Thank you so much.